നമ്മൾ നിൽക്കുന്ന ഈ ഭൂമി, നമ്മൾ നിൽക്കുന്ന ഈ ഒരു സോളാർ സിസ്റ്റം, ഈ ഗാലക്സിയും ഈ യൂണിവേഴ്സും എല്ലാം ശരിക്കും റിയൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അത് ഏതൊരു ഹയർ ഡയമെൻഷനിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബീയിങ് അവരുടെ കമ്പ്യൂട്ടറൈസ്ഡോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നോളജിയിൽ സിമുലേറ്റ് ചെയ്യുന്ന വെറും കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ആയിരിക്കും നമ്മളെല്ലാവരും. അത് നമ്മൾ ഈ കാണുന്നത് മുഴുവനും. ഇതിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. അതായത് നമ്മളിപ്പോൾ ഒരു സിമുലേഷനിലാണോ എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ഇപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഈ സാധനം വേണമെങ്കിൽ ഇനി എടുക്കാൻ പറ്റും, എനിക്ക് എൻ്റെ എൻവയോൺമെൻറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരിക്കലും ഇതൊരു സിമുലേഷൻ ആണോ അതോ ഇതൊരു ശരിക്കും റിയൽ ആയിട്ടുള്ള സംഭവമാണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം ഞാൻ ആ ഒരു സിമുലേഷന്റെ പാർട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സിമുലേഷന്റെ ഭാഗമാണെന്നുള്ളൊരു വാദം അത് ശരിക്കും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ വീഡിയോ ഗെയിംസ് കളിച്ചിട്ടുണ്ടാവും. അതൊരു തരത്തിലുള്ള കമ്പ്യൂട്ടർ സിമുലേഷൻ ആണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ വെർച്വലി ഒരു ലോകത്തെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ കാണുന്ന ഗെയിം പ്ലേ എന്ന് പറയുന്നത് GTA 5 ഒരു ഗെയിം പ്ലേ ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സിമുലേഷൻ ആണ്. അതായത് ഒരു മനുഷ്യന്റെ, അതായത് നമ്മുടെ ഒരു സിമുലേഷൻ തന്നെയാണ് ശരിക്കും ഈ ഗെയിമിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ ഈ ജോയിസ്റ്റിക്കിലൂടെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ക്യാരക്ടറിനെയാണ്. അതായത് ഈ ക്യാരക്ടർ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ന ആ ഒരു കോൺഷ്യസ്നെസ് ആണ് ഈ കൺട്രോളറിലൂടെ ഈ ഒരു വെർച്വൽ വേൾഡിൽ നിൽക്കുന്ന ഇദ്ദേഹത്തിന്റെ മൂവ്മെന്റ്സും കാര്യങ്ങളും ഇദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണ്. അതായത് ഇതൊരു ഹ്യൂമൻ, അതായത് മനുഷ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതൊരു വെറും ഗെയിം മാത്രമല്ല. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിനകത്ത് ഒരുപാട് NPCകളെ കാണാൻ പറ്റും. അതായത് നോൺ പ്ലേയിങ് ക്യാരക്ടേഴ്സിനെ കാണാൻ പറ്റും. ഇവരും ഈ ഒരു ഗെയിമിന്റെ പാർട്ടാണ്. അതായത് ഈ ഒരു സിമുലേഷന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പോൾ അതേ സംഭവം തന്നെ നമ്മൾ ഒന്ന് സൂം ഔട്ട് ചെയ്ത് ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഭൂമിയും നമ്മുടെ യൂണിവേഴ്സ്, ഈ ഗാലക്സിയും സ്റ്റാറുകൾ കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടറൈസ്ഡ് പ്രോഗ്രാം ആണെന്ന് വിചാരിക്കാം. അതായത് ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡ്, ഭയങ്കര ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു ബീയിങ് ഉണ്ടെന്ന് വിചാരിക്കാം. അവരുടെ ഫോം ചിലപ്പോൾ നമ്മളെ പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻ ബീയിങ്സ്, ഈ ആനിമൽസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ഭാവനയിൽ ഉദിച്ച ഒരു ഡിസൈൻ ആയിരിക്കാം. അതായത് GTA 5 വേണമെങ്കിൽ എനിക്കൊരു ബ്ലൂ എലിനെ റോട്ടിൽ കൂടി ഇങ്ങനെ നടത്തിക്കാൻ പറ്റും. അതായത് ലാൻഡിൽ ജീവിക്കുന്ന ഒരു ആനിമൽ ആയിട്ട് എനിക്ക് അതിനകത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവനയാണ് ശരിക്കും ആ സിമുലേഷനകത്തുള്ളത്. ആ സംഭവം നമ്മുടെ ഒരു സിറ്റുവേഷനിൽ ആലോചിക്കുക. അതായത് നമ്മുടെ ഈ ഒരു റിയാലിറ്റിയിൽ ഇങ്ങനെ ആലോചിക്കുക. നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചേക്കുക. അതായത് ഭയങ്കര ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബീയിങ് ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. അതായത് അവർക്ക് ചിലപ്പോൾ നമ്മുടെ പോലെ കൈയും കാലം ഒരു ഹ്യൂമനോയിഡ് ഫോം ഒന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും രൂപമായിരിക്കാം. ചിലപ്പോൾ ഒരു എൻറ്റയർലി ഒരു ഡിജിറ്റൽ സിവിലൈസേഷനും ആയിരിക്കാം. അവരുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഭയങ്കര പീക്കിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് അവരൊരു വെർച്വൽ വേൾഡ് തന്നെ ഇങ്ങോട്ട് ഉണ്ടാക്കി. ഓക്കെ, അതായത് ഒരു ഗാലക്സി ഉണ്ടാക്കി, ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കി, അതിനകത്ത് ഒരുപാട് ഗാലക്സികൾ ഉണ്ടാക്കി, അതിനകത്ത് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അവർ ഉണ്ടാക്കി നിങ്ങൾ വിചാരിക്കുക. അതിൻ്റെ അകത്ത് ഒരു പ്ലാനറ്റ് ഉണ്ടാക്കി, ഭൂമി എന്നാണ്, ഒരു എർത്ത് എന്നാണ് ആ പ്ലാനറ്റിന്റെ പേര്. അതിൻ്റെ അകത്ത് ഒരുപാട് സംഭവങ്ങൾ അവരിങ്ങനെ ഉണ്ടാക്കി. അതായത് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള ഓരോ നെർവ്സും ഓരോ മറ്റേ വെയിൻസും സെൽസും കാര്യങ്ങളൊക്കെ ഇവരെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ഇങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇപ്പൊ നമ്മൾ മാത്രമല്ല, ഒരുപാട് ആനിമൽസും കാര്യങ്ങളും എല്ലാം ഈ ഭൂമിയിൽ കാണുന്ന എല്ലാ സംഭവവും അവർ റെപ്ലിക്കേറ്റ് ചെയ്തു. ഭൂമി മാത്രമല്ല, മൂണുണ്ട്, നമ്മുടെ എല്ലാ സംഭവവും അവർ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കോഡ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്മാരിങ്ങനെ ഇവോൾവ് ആയി വരികയും അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഈ സിമുലേഷനിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമുക്ക് അത്യാവശ്യം ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ ഇവോൾവ് ആയി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും ഒറിജിനൽ അല്ല, റിയൽ അല്ല, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു സിമുലേഷൻ മാത്രമാണ് നമ്മൾ. അത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു അവസ്ഥേനാണ് ശരിക്കും സിമുലേഷൻ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു കുഴപ്പം എന്താ അറിയാം? അതായത് നമ്മളിപ്പോൾ ഒരു 100-200 വർഷങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവും. അതായത് നമ്മളിപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റിയാലിറ്റി എന്താണ്, ക്രിയേറ്റ് ചെയ്തത് എന്താണെന്ന് നമുക്ക് ശരിക്കും തിരിച്ചറിയാൻ പറ്റില്ല. അതായത് നിങ്ങളിപ്പോൾ കാണുന്നത് ശരിക്കും ഒരു റിയൽ ഇമേജ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് പ്യുവർലി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ്. നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ടെക്നോളജിക്കൽ ബൗണ്ടറി ശരിക്കും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഈ ഒരു സമയത്ത്
നമുക്ക് ഒരു ചിന്ത വരികയാണ്, നമുക്കൊരു സിമുലേഷൻ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കാം. അതായത് വെർച്വലി ഒരു ക്ലൗഡിലോ എവിടെയെങ്കിലും വെർച്വലി നമുക്കൊരു സംഭവം ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ അകത്ത് നമുക്കൊരു യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കാം. അതിൻ്റെ അകത്തൊരു പ്ലാനറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ ഹ്യൂമനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡിസൈനിൽ ഒരു ഫോം ആ ഒരു പ്ലാനറ്റിൽ ഉണ്ടായതായിട്ട് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. അതിങ്ങനെ ആ പ്ലാനറ്റിൽ ഇങ്ങനെ വയ്ക്കാം. അതിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അതിന് പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അത് ഇന്റലിജന്റ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നത്, സെറ്റ് ആക്കുന്നതൊക്കെ നമ്മളാണ് അതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഞാൻ ഈ വീഡിയോ തുടക്കം പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സിമുലേഷനിലാണ് ഉള്ളത്. ഓക്കെ, നമ്മളെ ആരോ സിമുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ സിമുലേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ ഈ ഡേറ്റിൽ നിന്ന് ഒരു 10-200 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആവുകയും പിന്നെ നമ്മൾ ആ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വേറൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയാണ്. അങ്ങനെ ഈ ഒരു ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോവാം. അതായത് ഇൻഫിനിറ്റിയിലോട്ട് വേണമെങ്കിൽ പോകാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ഇത്. അതായത് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, അതായത് ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ശരിക്കും ഒന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഫുൾ സിമുലേഷൻസ് ആയിരിക്കും. അതായത് 1:infinity ആയിരിക്കും ശരിക്കും ഈ സിമുലേഷന്റെയും ഈ റിയാലിറ്റിയുടെ കണക്ക് എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ എന്ന് പറയുന്നത് ശരിക്കുള്ള വാസ്തവം, റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് തന്നെ ആയിരിക്കും. ഒന്നേ ഉണ്ടാവുള്ളൂ. നമ്മളിപ്പോൾ ഈ കാണുന്നതും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നമ്മുടെ ഫീലിങ്സും തോട്ട്സും ഈ കോൺഷ്യസ്നെസ്സും ഈ ദൈവവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുണ്ടാക്കിയെടുത്തൊരു സംഭവം ആവാം. അല്ലെങ്കിൽ നമ്മൾ ഈ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് ഈ സിമുലേഷൻ സോഫ്റ്റ്വെയറിനകത്തൂടെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത സംഭവങ്ങളായിരിക്കും ഇതൊക്കെ. ആയിക്കൂടെ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിത് ഒരിക്കലും ഇത് ഒറിജിനലാണോ ഇത് സിമുലേറ്റഡ് ആണോ എന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാനും പറ്റില്ല. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ചിലവർക്കൊക്കെ ചോദിക്കാൻ പറ്റും ഇതൊരു മണ്ടത്തരമല്ലേ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എടുത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഒരു യൂണിവേഴ്സിലാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിന്റെ സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഇന്ന സ്പീഡിന്റെ അപ്പുറം നമുക്ക് ഈ യൂണിവേഴ്സിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല. ആ ലിമിറ്റ് എന്ന് പറയുന്നതാണ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, അതായത് സി. ഈ ഒരു ഫാക്ടറാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെ ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു സ്പീഡിന് അപ്പുറം നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. വേറൊരു കോമഡി എന്താ വെച്ചാൽ ഈ ഒരു സ്പീഡിൽ പോയാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഇതിന്റെ അടുത്തേക്കെങ്കിലും പോയാൽ മാത്രമാണ് നമുക്ക് വേറൊരു ഗാലക്സിയിലേക്കോ വേറൊരു ഹാബിറ്റബിൾ പ്ലാനറ്റിലേക്കോ വേറെ സ്ഥലത്തേക്കൊക്കെ നമുക്ക് ഹ്യൂമൻസിന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്, നമ്മൾ ഈ ഒരു സോളാർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഈ ഭൂമിയിലോ അല്ലെങ്കിൽ മാക്സിമം നമ്മുടെ മൂണിലോ അല്ലെങ്കിൽ മാർസിലോ ഇതിൽ ഇങ്ങനെ ലോക്ക്ഡൌൺ, അതായത് നമ്മൾ പ്രിസനേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ശരിക്കും ജയിൽ പുള്ളികളാണ്. നമുക്ക് ഇതിനപ്പുറം വിട്ടൊരു മോചനമില്ല. അതിന്റെ ഒരു മെയിൻ റീസൺ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ടെക്നോളജിയും ഈ യൂണിവേഴ്സൽ സ്പീഡ് ലിമിറ്ററും ആയിട്ടുള്ള സ്പീഡ് ഓഫ് ലൈറ്റും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്തിനാണ് ഈ ഒരു സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? എന്തിനാണ് ഈ ഒരു ലിമിറ്റ്, ഈ ഒരു ബൗണ്ടറി ഹ്യൂമൻസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നീൽ ഡിഗ്രാസ് ടൈസിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ശരിക്കും ഞാൻ ആ ഒരു കാര്യം ശരിക്കും ആലോചിക്കുന്നത്. അതായത് ഈ ഒരു ലിമിറ്റ് വച്ചേക്കുന്നത് നമുക്ക് ശരിക്കും അപ്പുറത്തോട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ലിമിറ്റും ബൗണ്ടറി ഇങ്ങനെ ഫെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ചാടാണ്ടിരിക്കാനാണല്ലോ ശരിക്കും. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ ഇങ്ങനത്തെ ഒരു ലിമിറ്റ് വച്ചിരിക്കുന്നത് അത് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് എന്തുകൊണ്ടായിരിക്കാം? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു കോഡായിരിക്കും, ഒരു സിമുലേഷൻ ആയിരിക്കില്ലേ? ശരിക്കും ആ ഒരു ലിമിറ്റിനപ്പുറം അവർ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല. അവിടെ ഒന്നും തന്നെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? അതായത് ഇപ്പൊ നമ്മുടെ ഭൂമിയും നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ ഒരു തരത്തിലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് കോഡാന്ന് വിചാരിക്കുക. അത് ബൈനറി കോഡ്സ്, സീറോസും വൺസ് ഒക്കെയാണ് നിങ്ങൾ വിചാരിക്കുക. അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ ഗാലക്സി ഒക്കെ ചിലപ്പോൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഈ ഒരു ഗാലക്സി വിട്ട് വേറൊരു ഗാലക്സിയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ സ്പീഡ് ഓഫ് ലൈറ്റിനെ മറികടക്കണം, അല്ലെങ്കിൽ അത്രയ്ക്ക് ആ ഒരു സ്പീഡിലെങ്കിലും പോകണം. അപ്പോൾ ഈ ഒരു സ്പീഡ് ലിമിറ്റ് ഇല്ലെങ്കിൽ ഒരു 10-200 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്നോളജി ഉണ്ടാവും. അതായത് നമ്മൾ ഹൈബർനേറ്റ് ചെയ്തിട്ട് വേറൊരു ഗാലക്സിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ടെക്നോളജി ഉണ്ടാവും നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ഇവര് അവിടെ ഒന്ന് കോഡ് ചെയ്ത് വെച്ചിട്ടില്ല. അവിടുത്തെ കോഡിങ് കാര്യങ്ങളൊക്കെ ഇൻകംപ്ലീറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഇതെന്താ ഇങ്ങനെ നമ്മുടെ ഇത്ര നാളത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങും സയൻസും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഈ ഒരു സ്പീഡ് ലിമിറ്റ് നമ്മുടെ യൂണിവേഴ്സിൽ ഇങ്ങനെ വച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു വൈൽഡ് ഗസ്, ഭയങ്കര റാൻഡം ആയിട്ടുള്ള ഒരു ഗസ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ സിമുലേഷൻ്റെ ആണോ എന്നുള്ള കാര്യങ്ങൾ പോലും അറിയില്ല. ചിലപ്പോൾ നമ്മളെ സിമുലേറ്റ് ചെയ്ത് വിട്ട് ആ ഒരു ഹയർ സിവിലൈസേഷൻ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയാന്ന് വിചാരിക്കും. അതായത് പെർട്ടിക്കുലർലി കേരളത്തിലത്തെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ നോക്കിയാന്ന് വിചാരിക്കാം. ഹേമ കമ്മിറ്റിയും ആളെ പീഡിപ്പിക്കലും ആ വൃത്തിയുടെ ഒക്കെ നടക്കുന്ന കാര്യങ്ങളാണ് ഇവർ അവിടെ നിന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ ഒരു പ്രോഗ്രസ്സും ഇല്ല. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത്. ശരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത്ര ഹാബിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ഈ ഒരു സിവിലൈസേഷൻ അതായത് നമുക്ക് കൊടുത്തിട്ട് ഇത്രയും ഇൻഫെക്ഷ്യസ് ആക്കാൻ പറ്റുന്ന ഒരു വൈറസ് ആയിട്ടാണ് ശരിക്കും അവർ നമ്മളെ കാണുള്ളൂ. കാരണം നിങ്ങൾ തന്നെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ട് നിങ്ങൾ പറയാം, നമ്മുടെ പ്ലാനറ്റ് ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടെ വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനില്ല. പിന്നെ നമ്മൾ ഈ കിടന്ന് കാണിക്കുന്നതൊക്കെ ശരിക്കും ശുദ്ധ മണ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇലോൺ മസ്ക് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാചകമാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. അതായത് നമ്മൾ മാർസിൽ കോളനൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതായത് ഇദ്ദേഹം തന്നെയാണ് അതിന്റെ ചുമതലയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നാസയും കാര്യങ്ങളൊക്കെ പിന്നിലുണ്ട്, അതൊക്കെ. പക്ഷെ ഇദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയാം, നമ്മൾ മാർസിനെ കോളനൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർസിനെ ടെറാഫോം ചെയ്തിട്ട് അത് നമ്മുടെ ഭൂമിനെ പോലെ ആക്കിയെടുക്കാനാണ് ശരിക്കും ഇവർ നോക്കുന്നത്. ഒന്നുകൂടി നിങ്ങളൊന്ന് കേൾക്കാം. ഒരു പ്ലാനറ്റിനെ, സ്പേസിൽ നിൽക്കുന്ന ഒരു പ്ലാനറ്റിനെ ടെറാഫോം ചെയ്തിട്ട്, അതായത് നമ്മുടെ ഭൂമിനെ പോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ നോക്കുകയാണ്. അതായത് ഈ പുഴകളും പച്ചപ്പും ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഭൂമിനെ പോലെ ആക്കിയെടുക്കാൻ നോക്കുകയാണ്. അതൊരു ബ്രഹ്മാണ്ഡ ടാസ്ക് ആയിരിക്കില്ലേ? നിങ്ങളൊന്ന് ആലോചിക്കുക, അതിന്റെ സ്കെയിൽ എന്തോരം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിക്കുക. അത്രയും വലിയ ടാസ്ക്കാണ് നമ്മുടെ മനുഷ്യന്റെ തലയിൽ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് വലിയ വലിയ ഏജൻസിയുടെ ഒക്കെ തലയിലുള്ളത് അങ്ങനത്തെ ഒരു ടാസ്കും കൂടി ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കുക. അത് ഇന്ന് നാളെ ഒന്നും ചെയ്യുന്നല്ല, ഒരു 10-50 വർഷം കൂടി ചെയ്തെടുക്കുന്നല്ല, സെഞ്ചുറികളോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിനേലും ഏറ്റവും എളുപ്പമുള്ള ഒരു സംഭവം എന്താണെന്ന് അറിയാം, നമ്മുടെ പ്ലാനറ്റിനെ റിപ്പയർ ചെയ്യാന്നുള്ളതാണ്. ഈ പറയുന്ന പ്ലാസ്റ്റിക്സിന് പകരം നമ്മൾക്ക് നമ്മൾ വേറൊരു പ്ലാനറ്റ് പോയി കോളനൈസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിന് പകരം ആ ഒരു അറിവും ആ ഒരു എഫേർട്ടൊക്കെ എടുത്തിട്ട് നമ്മുടെ പ്ലാനറ്റിനെ സേവ് എടുത്താൽ പോരെ. അതിന് വളരെ വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യം എനിക്ക് ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി. ഇനി കൺക്ലൂഷൻ, ഈ വീഡിയോയുടെ തുടക്കം ചോദിച്ച ചോദ്യം തന്നെ ഞാൻ തിരിച്ചിപ്പോ ചോദിക്കുകയാണ്, എന്താണ് ശരിക്കും റിയാലിറ്റി?